Hello my dear friends, welcome back to our channel. ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ വർക്കൊന്നുമില്ല. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ കുക്കിംഗ് ചെയ്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഒരു സാധാരണ ഒഴിവ് ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചക്കക്കുരു എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം, ഇല്ലാത്ത സമയത്തൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വ്ളോഗ് ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ലഞ്ചും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ പയറും വഴുതനങ്ങയൊക്കെ വീട്ടിൽ നിന്ന് ഉപ്പ കൊണ്ടുവന്നതാണ് കേട്ടോ. വീട്ടിലുണ്ടായിട്ടുള്ള പയറാണ്. ഞാൻ മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് കൃഷിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചില്ലേ, അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള പയറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് പത്തിരിയും മുട്ടക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സബോളയൊക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ മിക്കവാറും ദോശയോ വെള്ളപ്പോ അല്ലെങ്കിൽ പുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഒഴിവുള്ള ദിവസമാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുകയുള്ളൂ. ഒരുപാട് ടൈം വേസ്റ്റ് ആവുമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഒരു 2 സബോള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ മുന്നൊരു ചോപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു സ്ലൈസർ. നല്ല ഹെൽപ്ഫുള്ളാണ്. ബാക്കിയുള്ളതൊന്നും വലിയ ഉപയോഗം ഉണ്ടായിരുന്നില്ല. ഇതാണ് കൂടുതലായിട്ടും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നൈസായിട്ടും തിന്നായിട്ടും നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നമുള്ളത് ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മളുടെ കൈ എന്തായാലും മുറിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റത്തെ ഭാഗം ഞാൻ കത്തിയോണ്ട് മുറിച്ചെടുക്കുകയാണ്. അറിയാതെ അത്രയും മൂർച്ചയുള്ള ബ്ലേഡാണ്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റത്തെ ഭാഗം കത്തിയോണ്ടാണ് മുറിച്ചെടുക്കാറ്. കുറേ പ്രാവശ്യം എൻ്റെ കയ്യിൻ്റെ വിരലിൻ്റെ കഷ്ണം പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു പരീക്ഷണത്തിന് നിൽക്കുന്നില്ല. ഇനി ഞാനിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഉള്ളി ഞാനൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ആവി കയറിയപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുമ്പളങ്ങ കറിയാണ് വെക്കുന്നത്. കുമ്പളങ്ങയും ചക്കക്കുരും കൂടിയിട്ടുള്ളൊരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ ചായയൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പത്തിരിക്കുള്ളത് വാട്ടി വെച്ചു. ഇനി ഇത് ഒന്ന് ചൂടാറണം. അതിന് ശേഷമാണ് ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കണുള്ളൂ, ഒന്ന് കുഴച്ചെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും പച്ചരി ആയിട്ടല്ല ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത്. നമ്മളുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ വെള്ള അരി ഉണ്ടല്ലോ, നീളനുള്ള, അപ്പോൾ ആ ഒരു അരി വെച്ചിട്ടാണ് ഞാൻ പൊടിപ്പിച്ച് വറുത്തെടുത്തിട്ടുള്ള ആ ഒരു പൊടി വെച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കറക്റ്റായിട്ട് വാടി വരണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും വേണം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ടിപ്പ് ഉണ്ടെന്ന്, അതായത് ചക്കക്കുരുവൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന്. പലർക്കും ഇത് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത് കേട്ടോ. അപ്പോൾ ലാസ്റ്റുള്ള ചക്കയുടെ കുരു മാത്രമാണ് ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതായത് ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മണ്ണിടുക. അതിനുശേഷം നല്ല മൂത്ത ചക്കക്കുരു വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ മേലെ ഒന്നും മണ്ണിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും മഴയൊക്കെ പെയ്ത കാരണം ഞാൻ മേലെ ഒന്നും മണ്ണിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ നാശമായി പോയി, അതൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയി. അതുപോലെ തന്നെ നല്ല പഴുത്ത ചക്കയുടെ കുരു വേണം. നല്ല പൊടിയുള്ള ചക്കക്കുരു ഉണ്ടല്ലോ, അത് വേണം നമ്മൾ എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ പോയി. അപ്പോൾ അതൊക്കെ മാറ്റാണ്. അങ്ങനെ ഓരോ ലെയർ ചക്കക്കുരു ഇടുക, പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിടുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ, മഴ കൊള്ളാത്തോടത്ത് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത കൊല്ലം അങ്ങനെ ചെയ്യണം. ഇപ്രാവശ്യം ഇങ്ങനെ കുറച്ചേ ചെയ്ത് വെച്ചിട്ടുള്ളൂ. മോൾക്കാണെങ്കിൽ ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഉമ്മയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് സക്സസ്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ ചക്കക്കുരു കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നല്ലതൊക്കെ നോക്കിയിട്ട്
എടുത്തു വയ്ക്കുകയാണ്. ഞാനാണെങ്കിൽ നല്ല പഴുത്തത്, ചിലതൊക്കെ പഴുക്കാത്തതും മൂത്തതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ നാശമായിപ്പോയി. അപ്പോൾ നല്ലതൊക്കെ നോക്കിയിട്ട് ഞാൻ കറിയിലേക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. കുറച്ചേ എടുക്കണുള്ളൂ, ഒരു 10-15 എണ്ണമൊക്കെ എടുക്കണുള്ളൂ കേട്ടോ. പിന്നെയും ഇനി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. കുമ്പളങ്ങയും ചക്കക്കുരും കൂടിയിട്ട് വെക്കാനാണ് ഇന്നത്തെ പ്ലാന്. ഇപ്പോൾ അതാ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്തത്തെ തോലൊന്നും കളഞ്ഞെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ അത് പോയി കിട്ടും. അപ്പോൾ ഇനി ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പേരി വെക്കാനായിട്ട് ഈ പയർ മുളപ്പിച്ചിട്ടുണ്ടല്ലോ, ചെറുപയർ ഞാൻ മുളപ്പിച്ചത് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണത്. മഴവെള്ളം വീണിട്ട് അതൊക്കെ ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നിർത്തിയാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് മാത്രമായിട്ട് വെക്കാനുള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ ഉപ്പ കൊടുന്ന പയറും അതുപോലെ തന്നെ വഴുതനങ്ങ, അപ്പോൾ 3ഉം കൂടി ഇട്ടിട്ടാണ് ഞാൻ ഉപ്പേരി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം, മണ്ണൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുമ്പളങ്ങയും ചക്കക്കുരും ഒക്കെ കൂടിയിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത്. കുറച്ച് കാന്താരി പൊട്ടിച്ചെടുക്കാം, എന്നിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടണില്ല കേട്ടോ, പച്ചമുളകാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കാന്താരി മുളകും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇട്ടാൽ മതി എന്ന് വിചാരിച്ചു. നല്ല എരിവുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കുറേയൊക്കെ പഴുത്ത് പോയിട്ടോ, ഈ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ കുറേ പഴുത്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടക്കറിയിലേക്കുള്ള മസാലകളൊക്കെ ആഡ് ചെയ്തു. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യുക. ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കാറില്ല, ഗരം മസാല മാത്രമാണ് ഞാൻ ആഡ് ചെയ്യണത് കേട്ടോ. അല്ലാതെ മീറ്റ് മസാലയോ ചിക്കൻ മസാല അങ്ങനെയൊന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ല, ഞാൻ മേടിക്കാറ് തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് പത്തിരിയിലേക്കുള്ള പരിപാടികൾ നോക്കാം. പത്തിരി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, കുഴ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് അധികം കുഴച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കൈ നമ്മുടെ ചൂടാവില്ല. അപ്പോൾ ഇതാ മുട്ടക്കറി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ സർവ്വസുഗന്ധിയുടെ ഇലയും മല്ലിയിലയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മുടെ പത്തിരിയുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അമർത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളിതാ ഇടയ്ക്ക് വന്നിട്ട് അവൾക്ക് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അവൾക്ക് വേണം. അപ്പോൾ അതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ അമർത്തി എടുക്കുന്നേ ഉള്ളൂ പ്രസ്സിൽ, പരത്തി എടുക്കുന്നില്ല. ചിലർ അത് ഇങ്ങനെ പരത്തി എടുക്കും. അപ്പോൾ അത് അത്ര സോഫ്റ്റായിട്ട് എനിക്ക് തോന്നാറില്ല. പിന്നെ അത് കുറേ നേരം മെനക്കെടാണ്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ അമർത്തി എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കോഴിമുട്ടൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോള് പൊളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൾ പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ട് ആ ഉരുളയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് എടുത്ത് കൊടുത്തു. അതിന് ശേഷമാണ് അവൾ പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അതാ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഇക്കാൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മോളിതാ എന്നെയും വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവളെ വീഡിയോ എടുക്കുകയാണ്.
അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് പലതരത്തിലുള്ള പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മഴ കാരണം ഓരോരോ സൈഡ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോവുകയാണ്, കനം കാരണം വെള്ളം ഇങ്ങനെ വീഴുമ്പോഴേ. അപ്പോൾ അതിങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും തിരക്കുകളൊക്കെ ഒന്ന് കഴിയട്ടെ ഇൻഷാ അല്ലാ. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പത്ത് അരി ഇടാൻ പോവാണ് കേട്ടോ. ഇന്ന് അടുപ്പത്താണ് വെക്കുന്നത്. മറ്റേത് ഞാൻ കുക്കറിലാണ് ചോറൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ വഴുതനങ്ങ മോൾക്ക് ഉപ്പേരി വെച്ചാൽ ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺഫ്ലോറും ഇതൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഉപ്പേരി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പയറും വഴുതനങ്ങയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്തില്ലേ ആ ഒരു ചെറുപയറൊക്കെ മുളപ്പിച്ചത്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളിയും മുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൽ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ, എന്നെങ്കിലാണ് ഉപ്പേരി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് ഞാൻ പച്ചമുളകാണ് ഇട്ടത്. അപ്പോൾ അതിൽ കൂടെ കുറച്ച് വറ്റൽ മുളകുണ്ടല്ലോ അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഈ ഒരു 3 പയറും വഴുതനയും പിന്നെ ആ ചെറുപയർ മുളച്ചുണ്ടല്ലോ അപ്പോൾ അതും എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ആവിയിൽ വേണം വേവിച്ചെടുക്കാൻ. വെള്ളം ചേർക്കരുത്, അപ്പോൾ കുഴഞ്ഞു പോവും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പയറിൻ്റെ എല്ലാം ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കത് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ തികയില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. രാത്രി ഞാൻ കുബൂസും ചിക്കൻ ഗ്രിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചിക്കനൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കുറച്ച് നേരം സുർക്കയിലൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഗ്രിൽ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ സുർക്കയിൽ കുറച്ച് നേരം ഇട്ട് വെക്കുകയാണെങ്കിൽ എന്തിട്ട് വെക്കുകയാണെങ്കിലും ഇപ്പോൾ ചിക്കനും ബീഫൊക്കെ നമുക്ക് അങ്ങനെ ഇട്ട് വെച്ചാൽ ചോര പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ മോളെടുത്തതാണ് കേട്ടോ. അവരെ കളിക്കണ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ കുക്കറൊന്ന് തുറന്ന് നോക്കട്ടെ, നമ്മളുടെ കുമ്പളങ്ങ എന്തായി നോക്കണം. അത് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ കറണ്ട് പോയ കാരണം തേങ്ങ അരക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇതാ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ചോറ് ഇതാ വെന്ത് വരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെക്കട്ടെ. പിന്നെ ഞാൻ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ചീനമുളകായിട്ട് കുറച്ച് നേരം. അപ്പോൾ വെയിലില്ലാത്ത കാരണം ഞാനത് അടുപ്പിൻ്റെ സൈഡിലിട്ടിട്ടാണ് ഉണക്കിയെടുത്തത്. അപ്പോൾ ചോറൊക്കെ ഇതാ റെഡിയായി ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. പിന്നെ ചെറിയ ചൂടുണ്ടല്ലോ, ഞങ്ങൾ ചൂടെന്നാണ് പറയുക. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറും വഴുതനങ്ങ ഫ്രൈയും ചൂട ഫ്രൈയും അതുപോലെ തന്നെ കുമ്പളങ്ങയും ചക്കക്കുരും കൂടിയിട്ടുള്ള കറിയും പിന്നെ പപ്പടമുണ്ട്, കൊണ്ടാട്ടമുളകുണ്ട്, അതുപോലെ തന്നെ എല്ലാ 3 പച്ചക്കറികൾ ചേർത്തിട്ടുള്ള ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുബൂസിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കുഴച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് പൊന്തി വരും. അധികം ഈസ്റ്റും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരത്തെ കുഴച്ച് വെച്ചു. ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 5 മണിയായപ്പോൾ ഒക്കെ നന്നായിട്ട് പൊന്തി വന്നു കേട്ടോ ചുടുമ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു റെസിപ്പി നോക്കൂ കേട്ടോ നിങ്ങൾ. അതുപോലെ തന്നെ ഗ്രിൽ ചിക്കനും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. സാധാ അടുപ്പിൽ, അതായത് നമ്മളിപ്പോൾ പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ, ആ അടുപ്പിലാണ് ഞാൻ ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. ചാർക്കോളൊന്നും ഉപയോഗിച്ചിട്ടല്ല, ചകിരി വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്